എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ കണ്ട പോലെ തന്നെ ഇതെന്താണ്, ഒപ്റ്റിക്കൽ ഇല്യൂഷനാണോ, മാജിക് ആണോ, ഭക്തിയാണോ, തോന്നലാണോ, എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ദയവേറെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ. ഞാൻ ഇപ്പോൾ പാലക്കാട് നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് ഈ ഒരു ചിത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ ഞാനതൊരു വീഡിയോ എടുത്തു. കാരണം എനിക്ക് അതിലൊരു പ്രത്യേകത തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചത്. അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്കും തോന്നിയത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കാമധേനുവിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഹിന്ദു വിശ്വാസം അനുസരിച്ച് സപ്തർഷികളിൽ ഒരാളായ വസിഷ്ഠ മഹർഷിയുടെ കൈവശമുള്ള പശുവാണ് കാമധേനു. കാമധേനുവിന് സുരഭി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ പശുക്കളുടെ അല്ലെങ്കിൽ ഗോക്കളുടെ മാതാവ്, ഗോമാതാവ് എന്നൊക്കെയാണ് കാമധേനു അറിയപ്പെടുന്നത്. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന ദിവ്യശക്തിയുള്ള ഒരു പശുവാണ് കാമധേനു അല്ലേ. അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു തരുന്ന സ്വർഗത്തിലെ ദിവ്യ പശു എന്നൊരർത്ഥം കൂടിയാണ് കാമധേനു എന്നൊരു വാക്കിനുള്ളത്. ഓക്കെ. പിന്നെ അതേപോലെ പല അസുരന്മാരും ഇതിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ കാമധേനുവിൻ്റെ കുഞ്ഞിനെ നമ്മൾ നന്ദിനി എന്നാണ് പേര്, നന്ദിനി പശു. അപ്പോൾ കാമധേനുവിന് വെളുത്ത രൂപം, അതേപോലെ സ്ത്രീയുടെ ശിരസ്, 2 അകിടുണ്ട്, പക്ഷിയുടെ പോലുള്ള 2 ചിറകുകളുണ്ട്, അതേപോലെ ആൺമയിലിൻ്റെ പോലുള്ള വാല്, ഇതൊക്കെയാണുള്ളത്. അപ്പം ഞാൻ ഈ ചിത്രവും കാമധേനുവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കരുത്. പക്ഷെ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് കാമധേനുവിനെ തന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ കാമധേനുവിൻ്റെ ഒരു ചെറിയൊരു ഒരിത്, ബൊമ്മ എന്ന് പറയാൻ പറ്റില്ല, വിഗ്രഹം എന്നും പറയാൻ പറ്റില്ല, ബൊമ്മക്കൊലുവിൽ വെക്കുന്ന ഒരു സംഭവം വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കാമധേനുവിന് വേണ്ടി ഒരു ക്ഷേത്രങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ, ആരാധിക്കാൻ ക്ഷേത്രങ്ങളൊന്നും. പക്ഷെ ഗോലോകവും വസിഷ്ഠൻ്റെയും ജമദഗ്നിയുടെ ഒക്കെ ആശ്രമങ്ങളൊക്കെയാണ് ഇവരുടെ വാസസ്ഥലം. ഇപ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ പ്രാർത്ഥിച്ചാലും കാമധേനു നടത്തിത്തരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് തന്നെ വേഗം തന്നെ വരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ കണ്ടപ്പോൾ, കാരണം ഇതൊരു കാർവ് ചെയ്ത് വെച്ചതാണ് ചുമരിൽ. അപ്പോൾ എനിക്കിത് കാണുന്ന സമയത്ത് ഫോട്ടോ അത് നേരിട്ട് കണ്ടപ്പോഴും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ശിവലിംഗത്തിൽ അകിടിൽ നിന്ന് പശു പാൽ ചുരത്തി വരുന്നതായിട്ടാണ് എനിക്ക് ഫീലായത്. അപ്പോൾ അത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണോ എന്ന് എനിക്കറിയില്ല, മാജിക് ആണോ എന്ന് എനിക്കറിയില്ല, ഭക്തിയാണോ എൻ്റെ തോന്നലാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ്, എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, നമ്മുടെ ആരാധനയിലെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി വിട്ടുതരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ചിത്രം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത്? ഞാനിതിൽ ഒരു ശതമാനം പോലും എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എടുത്ത വീഡിയോ അതേ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ ഇത് എന്താണ്, നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? നിങ്ങൾക്കത് എന്തായിട്ടാണ് തോന്നിയത്? അങ്ങനെ പാല് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അത് എന്താണ്, നിങ്ങൾക്കത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഭക്തി കൊണ്ടാണോ, തോന്നലാണോ, ഒപ്റ്റിക്കൽ ഇല്യൂഷനാണോ, മാജിക് ആണോ, എന്തൊക്കെയാണെന്നുള്ളത് അത് കമൻറ്റിൽ പറയാം. ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റ്സ് ദയവ് ചെയ്ത് തരരുത്. ഇതൊരു ഡിവോഷണൽ ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു മനസ്സുള്ളവരുടെ ഇത് നമ്മളത് കളങ്കപ്പെടുത്തരുത്. അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സുകൾ ഒന്നും പ്ലീസ് ദയവ് ചെയ്ത് ഇടരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമൻറ്റ് നല്ലൊരു കമൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നന്ദി, നമസ്കാരം.